4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ വേഗത്തിൽ തയ്യാറാക്കാം, നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റോടുകൂടി തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് സാവധാന അല്ലെങ്കിൽ ചൗവരി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം ഞാനിവിടെ ചൗവരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ്, അതിൽ പിന്നെ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. ഒത്തിരിയൊന്നും എടുക്കുന്നില്ല, ഞങ്ങൾക്ക് 2-3 പേർക്ക് വേണ്ടി മാത്രം ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് നല്ലവണ്ണം 3-4 പ്രാവശ്യം ഇതൊന്ന് കഴുകിയെടുക്കണം. കാരണം ഇതിനകത്ത് കുറേ ചെളിയുണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഒരു പ്രാവശ്യം തയ്യാറാക്കി കഴിച്ചാൽ വീണ്ടും നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിക്കുക. അതുപോലത്തെ ടേസ്റ്റാണ് ഇത്. ആക്ച്വലി ഹിന്ദിക്കാരുടെ ഒരു റെസിപ്പിയാണ്. മലയാളികൾ അങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഹിന്ദിക്കാർ ഒരു ഉപവാസത്തിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കി കഴിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ വെള്ളം തികക്കെ ഒഴിച്ച് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. വെള്ളം നമ്മൾ ഒഴിക്കുമ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നികന്ന് കിടക്കാനുള്ള വെള്ളം മാത്രം മതി. കൂടുതലായാൽ അത് നമുക്ക് സക്സസ് ആയി കിട്ടത്തില്ല. അപ്പോൾ ഇത് ഞാനൊരു 3-4 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തതാണ്. ഇനി നമുക്ക് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. ആവശ്യത്തിന് ഇതിന് എത്രയും കപ്പലണ്ടി എത്രയും ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ കപ്പലണ്ടി ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്ത് പൊടിച്ച് വെച്ചു. ഇനി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യിൽ തയ്യാറാക്കുമ്പോഴേ അതിൻ്റെ കറക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എണ്ണയിൽ ചേർത്താൽ തീർച്ചയായിട്ടും ഇത് ഒട്ടിപ്പിടിക്കും. അല്ലെങ്കിൽ തന്നെ ഇത് ഒട്ടിപ്പിടിക്കും. നമ്മൾ പാത്രത്തിൽ നോൺ സ്റ്റിക്ക് അല്ല, സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ ഒട്ടിപ്പിടിക്കും എനിക്കറിയാം. അതുകൊണ്ട് നോൺ സ്റ്റിക്കിൽ തയ്യാറാക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തു. അതിലേക്ക് ജീരകം, പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ടുണ്ട്. ഇതിന് ഉള്ളിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഈ പച്ചമുളക് ഒന്ന് നല്ലവണ്ണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് മാത്രം ചേർത്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഈ ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ഇതിന് നല്ല ടേസ്റ്റായിട്ട് വരുത്തുന്നത്. അപ്പം ജീരകം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടണം. ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോയാൽ പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മാത്രം, 1 സ്പൂൺ മാത്രം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ചെറുതീയിൽ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. തെറ്റൊക്കെ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണേ. അപ്പം ഇതൊന്ന് നല്ലവണ്ണം വേവിച്ചെടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് ഇപ്പോഴേ അടിയിൽ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, സാരമില്ല, അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഇതൊന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സാവധാന അല്ലെങ്കിൽ ചൗവരി കഴുകി വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഇതുപോലെ സെപ്പറേറ്റ് ആയി കിടക്കണം നമ്മൾ ചൗവരി ഇത് തയ്യാറാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടിപ്പിടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കുതിർക്കുന്ന സമയത്ത് വെള്ളം ചേർക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച കപ്പലണ്ടി ചേർത്ത് കൊടുത്തു. ഇത്രയും ചേരുവകൾ മാത്രം മതി, അധികം ചേരുവകളൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് നല്ലവണ്ണം കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒട്ടിപ്പിടിക്കും. കപ്പയുടെ ഐറ്റംസ് അല്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഞാനിതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്ന് ആവി കയറ്റിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് നല്ലവണ്ണം ഇളക്കിയാൽ വേകാത്ത വെളുത്ത് കിടക്കുന്ന മണികൾ അത് തീർച്ചയായിട്ടും വെന്ത് കിട്ടും. കുഴപ്പമില്ല, നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക.